അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത്രയും ദിവസം ഈ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുവാനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത ബലിയർപ്പിച്ച സ്വഹാബാക്കളായ അസ്ഹാബുൽ ബദരീങ്ങളുടെ സ്മരണ നിലനിന്നുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലൂടെയാണ്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ദീനിനെ സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചു കൂടെ നിന്നിരുന്ന ആ മഹാന്മാരെ സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും ബദരീങ്ങളിലേക്ക് നോക്കുമ്പോൾ, അവർ ത്യാഗത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. പ്രവാചകരിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രവാചകനോടുള്ള സ്നേഹവും തന്നെയായിരുന്നു അവരിലുണ്ടായിരുന്നത്. അതാണ് അവരെ എല്ലാവിധമായിട്ടുള്ള ത്യാഗങ്ങൾക്കും സഹനങ്ങൾക്കും അവരെ തയ്യാറാക്കിയത്. അവർക്കുണ്ടായിരുന്ന ഈമാനിൽ ഒരു അല്പമെങ്കിലും നമ്മിലുണ്ടായി കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ചെറിയൊരു കിരണമെങ്കിലും നമ്മളിൽ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെല്ലാം ഈ ദുനിയാവിൽ, ഈ ഭൗതിക ലോകത്ത് വന്നിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവർ കരകയറിയതും അവർ മനക്കരുത്ത് നേടിയതും ആ മഹാന്മാരായ സഹാബാക്കളിൽ നിന്ന് കത്തിച്ചെടുത്തതായ ആ ഈമാന് കൊണ്ട് തന്നെയാണ്. ബദർ യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ് എന്നെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. യുദ്ധചരിത്രം പറയലല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും യുദ്ധചരിത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബദർ യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, എല്ലാം എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമുക്ക് പല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല മുഅ്ജിസാത്തുകളും പല അത്ഭുതങ്ങളും ആ കുറഞ്ഞ ആ ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ദിവസങ്ങൾ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. കുറെ കാര്യങ്ങൾ, വെറും ഒരു യുദ്ധമല്ല അവിടെ നടന്നത്. സഹാബാക്കൾ തൻ്റെ അനുയായികൾക്ക് പൂർണ്ണമായുള്ള അള്ളാഹുവിലുള്ള ഒരു യഖീന് നേടിക്കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെയ്തത്. നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഈ ബദർ യുദ്ധ അല്ലെങ്കിൽ അസ്ഹാബുൽ ബദരീങ്ങളെ സ്മരണ പുതുക്കുമ്പോൾ എന്തെല്ലാമാണ് സഹാബാക്കൾക്ക് ആ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു, അവർക്ക് ഈമാനികമായിട്ടുള്ള ചൈതന്യം വർദ്ധിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചതായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോവുക എന്നത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ഈമാന് പുതുക്കുകയും ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾ, മഹാന്മാരായ സഹാബാക്കൾ, അവരുടെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം അവർ ഉപേക്ഷിച്ചു ചിന്തിച്ചു നോക്കണം. നമ്മൾ
അവർ അള്ളാഹുവിൻ്റെ ദീന്, അവരുടെ സ്വന്തം ദീന് സംരക്ഷിക്കാൻ, അവരുടെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പാരത്രിക ലോകം, പാരത്രിക ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ വീട് ഒഴിവാക്കി, നാടൊഴിവാക്കി, സ്വത്തും സമ്പത്തും എല്ലാം ഒഴിവാക്കുകയാണ്. ക്രൂരമായ ഖുറൈശികളുടെ പീഡനം സഹിക്കവയ്യാതെ അവസാനം സ്വന്തം സ്വത്തും വീടും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ പിന്നീട് വീണ്ടും എങ്ങനെയെങ്കിലും മദീനയിൽ നിന്നും പ്രവാചകരെയും അനുയായികളെയും തുരത്താനും നിഷ്കാസനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് സ്വന്തം സ്വത്തും വീടും തട്ടിയെടുത്ത ഖുറൈശികളിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം വസൂലാക്കാനുള്ള ഒരു അനുമതി പരിശുദ്ധ ഖുർആന്റെ വചനത്തിലൂടെ സഹാബാക്കൾക്ക് ലഭിക്കുന്നത്. വളരെയധികം ഒന്ന് ചിന്തിച്ചു നോക്കണം. എല്ലാം നഷ്ടപ്പെട്ടു, പൂർണ്ണ ദരിദ്രരായിട്ടാണ് മദീനയിലേക്ക് വരുന്നത്. അങ്ങനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ, തങ്ങളിൽ നിന്നും തട്ടിയെടുത്തതായ, അപഹരിച്ചതായ തങ്ങളുടെ സ്വത്തും മുതലുകളും ഖുറൈശികളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടതായ, അതായത് തങ്ങളിൽ നിന്നും ഖുറൈശികളും മക്കക്കാർ പിടിച്ചെടുത്തതായ, തങ്ങളിൽ നിന്ന്, തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് എല്ലാം അവർ പിടിച്ചെടുത്തതായ സ്വത്തിനെയും സമ്പത്തിനെയും തിരിച്ചു പിടിക്കുകയാണ് സഹാബാക്കൾ. അതിനുള്ളൊരു അനുവാദം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സഹാബാക്കൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ അവരുടെ മുതലുകൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അബൂ സുഫിയാൻ്റെ കാഫിലയെ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് നബിയും സഹാബാക്കളും പുറപ്പെടുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞ അബൂ സുഫിയാൻ ആകെ ഭയപ്പെട്ടു. കാരണം 100-200 ആളുകളാണ് ഈ കാഫിലയെ ആക്രമിക്കാൻ വരുന്നത് എന്നുള്ള ധാരണയാണ് അബൂ സുഫിയാനുള്ളത്. അപ്പോൾ അബൂ സുഫിയാൻ എന്ത് ചെയ്ത്, ലംലം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്തു, മക്കയിലേക്ക് വിട്ടു. ആദ്യം തന്നെ കാഫില പതുക്കല്ലേ പോവുള്ളൂ, ഇയാൾ ആദ്യം വിട്ടു. ഇയാൾ അവിടെ പോയിട്ട്, ഈ ലംലം അവിടെ പോയിട്ട് മക്കയിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു, മക്കയുടെ സ്വത്തുക്കളെയൊക്കെ, അബൂ സുഫിയാൻ്റെ സ്വത്തുക്കളെയും മറ്റും പ്രവാചകനും അനുയായികളും കൂടി ആക്രമിക്കുകയാണ്, അവർ അപകടത്തിലാണ്, എല്ലാവരും ഒരുമിച്ച് കൂട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖുറൈശികളെല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിന് ഒരുങ്ങുക ചെയ്തത്. ഞാൻ ചുരുക്കി പറയാണ്, കാരണം നമ്മൾ യുദ്ധ ചരിത്രം പറയലല്ലേ നമ്മുടെ ഉദ്ദേശം, അതുകൊണ്ട് ചുരുക്കി പറയാണ്. എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നാലും നമ്മളും ആ ബദർ സഹാബാക്കളെ സംബന്ധിച്ച് സ്മരിക്കുക എന്നേ ഉള്ളൂ. അതിനൊരു പുണ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആകെ പ്രശ്നമാക്കി ലംലമ പറഞ്ഞപ്പോൾ അവർ പടക്കൊരുങ്ങി. അബൂജാഹിലും കൂട്ടരും എല്ലാവരും പടക്കൊരുങ്ങി. അബൂലഹബ് പോലും ഭയം കാരണത്തല്ല. അബൂലഹബ് മുന്നേ ഒരു സ്ത്രീ കണ്ട സ്വപ്നം, മക്കയിൽ വലിയൊരു എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നത്തെ കേട്ടറിഞ്ഞ അബൂലഹബ് ഒന്ന് പേടിച്ചിരുന്നു. നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞ സന്ദേശമുള്ള ഒരു സ്വപ്നം കണ്ടപ്പോൾ അയാൾ പേടിച്ചിട്ട് അയാൾ വേറെ ആൾക്ക് കൂലിക്ക് അയച്ചു. അങ്ങനെ പോവാത്തവർ പോലും കൂലിക്ക് വേറെ ആൾക്കാർ വിടുക. ആ നിലക്ക് ഏകദേശം മക്കയിലുള്ള അത്യാവശ്യം പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു പ്രത്യേക സൈന്യവുമായിട്ടാണ് അബൂജഹിൽ എന്താകുന്നത്, അബൂജഹിൽ പുറപ്പെടുന്നത് യുദ്ധത്തിന്. ഇതൊരു അവസരമായിട്ട് കാണാണ് അബൂജഹലും പാർട്ടിയും. ഈ ഒരു അവസരം എങ്ങനെയെങ്കിലും മദീനത്തു നിന്നും
പ്രവാചകനെ നിഷ്കാസനം ചെയ്യണം, പ്രവാചകനെ എങ്ങനെയെങ്കിലും വകവരുത്തണം, സഹാബാക്കളെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇവരുടെ ഉള്ളിലുള്ളൂ. അപ്പം ഒരു അവസരമാണ്. ഈ പേര് പറഞ്ഞു കണ്ട് മക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പോയിങ്ങാണ്ട് എന്ത് ചെയ്യുക, ആക്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് അബൂജഹലിൻ്റെ പ്ലാൻ. അങ്ങനെ പോവുക. പക്ഷേ അബൂജഹൽ പോയി പകുതി എത്തുമ്പോഴത്തേന് അബൂ സുഫിയാൻ വേറെ ഊടുവഴിയിലൂടെ രക്ഷപ്പെട്ട് ഇങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും 1.5 മാസത്തോളം ഒരു സ്ഥലത്ത് തങ്ങി ഇവർ പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ ആദ്യം ഇവരറിഞ്ഞത് കൊണ്ട് മറ്റൊരു ഭാഗത്ത് കൂടെ തീരപ്രദേശം എന്താ പറയാൻ കടലിൻ്റെ തീരത്തിലൂടെയൊക്കെ ആയിട്ട് ഏതൊക്കെ ഊടുവഴിയിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ആ സന്ദർഭത്തിലൊന്നും അബൂ സുഫിയാൻ എന്നവർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. പിന്നീടാണ് മക്കം ഫത്തോട് കൂടിയിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ എന്താവാണ്, അബൂ സുഫിയാൻ സന്ദേശം അയക്കാണ് അബൂജഹലിൽ. ഇനി ഞങ്ങളിവിടെ സുരക്ഷിതമായ സ്വത്തും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി തിരിച്ചു പോകുന്നോളൂ. ഇനി നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന അധർമ്മമാണ്, അനീതിയാണ്, അത് എന്തില്ല, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ആവശ്യമില്ലാതെ നമ്മളെ മക്കാരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയി കണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാവണ്ട, തിരിച്ചു പോന്നോളി എന്നൊക്കെ അബൂ സുഫിയാൻ എന്ത് ചെയ്തു, ഒരു സന്ദേശം അബൂജഹലിന് അയച്ചു. പക്ഷെ അബൂജഹൽ അതൊന്നും ചെവി കൊണ്ടില്ല. അബൂജഹൽ കാരണം അത്രയധികം ആളുകളുണ്ട്, ധീരന്മാരായ യോദ്ധാക്കളുണ്ട്, പടയങ്കികളുണ്ട്, എല്ലാമുണ്ട്. ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുമിച്ച് കൂടി അതിൽ നിന്ന് അയാൾ പിന്തിരാൻ തയ്യാറായില്ല. അയാൾ അഹങ്കാര നിമിഷം ശാഠ്യം പിടിച്ചുകൊണ്ട് ഞാനതിന് തിരിച്ചു പോകില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് അവിടെ പോയിട്ട് കുറച്ച് ഏതായാലും പോയി, ഇനി അവിടെ പോയിട്ട് കുറച്ച് മദ്യപിച്ച് കൂത്താടിയിട്ട് ഒന്ന് രമിച്ച് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു കണ്ട് വാശിയോടുകൂടി അബൂജഹൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മറുഭാഗത്താണെങ്കിൽ മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ആവേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുതുവാനായി തയ്യാറായി മുന്നോട്ട് വരികയാണ്. കാരണം ഖുറൈശികൾ യുദ്ധത്തിന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പിന്നീട് സഹാബാക്കളോട് അള്ളാഹുവിൻ്റെ റസൂല് ഒരു കൂടിയാലോചന നടത്തുകയും എന്താണ് വേണ്ടത്, നമ്മൾ അവരോട് സന്ധിയിൽ ഏർപ്പെടാണോ വേണ്ടത്, അതല്ല നമ്മൾ യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ചില സഹാബാക്കൾ പറയാണ്, അൻസാരികളായ സഹാബാക്കൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ മൂസാ നബിയുടെ ജനത പോലൊരു ജനതയല്ല, നിങ്ങളും നിങ്ങളെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുകയും ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു ജനതയല്ല, മറിച്ച് തങ്ങൾ ഞങ്ങളോട് എന്ത് വേണമെങ്കിലും കൽപ്പിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, കുതിരപ്പുറത്ത് കയറിയിട്ട് കിഴക്കൻ ചക്രവാളം മുതൽ പടിഞ്ഞാറൻ ചക്രവാളം വരെ കുതിര ഓടിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഓടിക്കാൻ തയ്യാറാണ്. അഗ്നികുണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് ചാടാൻ പറയുകയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് അള്ളാഹുവിൻ്റെ റസൂലെ എന്ന വിധത്തിലുള്ള വാക്കുകളാണ് സഹാബാക്കൾ പറഞ്ഞത്. അവർ പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും കൂടി പുറപ്പെടുകയാണ്. ആകെ 313 ആളുകളെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകനും സഹാബാക്കളും പോകുമ്പോൾ അവിടെ എത്തിയിട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് എത്തിയിട്ട് ആ രാത്രിയിൽ ആ സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി നടന്നു. ഞാൻ ഹദീസിനെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് ഓരോ സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഇന്ന സ്ഥലം, ആ സ്ഥലത്ത് ഇന്ന ആളുകൾ മരിച്ചു വീഴും, ശത്രുക്കൾ മരിച്ചു വീഴുമെന്ന് ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്ഥലം ചൂണ്ടിക്കാട്ടുകയും
അള്ളാഹു വേണ്ടു വെച്ചെങ്കിൽ നാളെ തന്നെ അത് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശത്രുപാളയത്തിൽ അബൂജഹൽ എന്ത് ചെയ്യാണ്? ഉമൈർ ഇബ്നു വഹബുൽ ജംഹി എന്ന ആളെ നിയോഗിക്കുകയാണ്. മഹാനവറുകൾ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സഹാബിയാണ്. പക്ഷെ അന്ന് സഹാബിയല്ല. എന്തിനാ നിയോഗിച്ചത്? മുസ്ലിം സേനയെ നോക്കിയിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരി, മുസ്ലിങ്ങളുടെ അവസ്ഥയൊക്കെ ഇപ്പം എന്താണ്, അവരുടെ സേനാബലം എങ്ങനെയാണ്, സൈന്യബലം എങ്ങനെയാണ്, അതൊക്കെ കുതിരപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അറിഞ്ഞു വരുമെന്ന് പറഞ്ഞ് കണ്ട് അബൂജഹൽ വിടുകയാണ്. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി സഞ്ചരിച്ച് മുസ്ലിം സേനയെ നോക്കി ഏതാണ്ട് അവരുടെ സ്ഥിതിഗതികളൊക്കെ മിക്കവാറും മനസ്സിലാക്കി. മൂപ്പർ തിരിച്ചു വന്ന് പ്രകാരം അറിയിച്ചു, മുസ്ലിം സൈന്യം എണ്ണത്തിൽ 300-ൽ ചുരുക്കമേ ഉണ്ടാകുകയുള്ളൂ. അവരുടെ പിന്നിൽ ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ പിൻഭാഗത്ത് ചെന്ന് അവിടെ എല്ലാം പരിശോധിച്ച് മൊത്തത്തിൽ അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി തിരിച്ചു വരാം. ഇതൊക്കെ കണ്ട് കേട്ടപ്പോൾ ശത്രുക്കളുടെ അണികളിൽ വല്ലാത്ത ആഹ്ലാദം. കാരണം എന്താ, ഇവര് 900-ൽ എന്നും പറയുന്നുണ്ട്, 1000-ത്തോളം ഉണ്ടെന്നും പറയുന്നുണ്ട്. അത്രയധികം ആളുകളുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമാണ് മുസ്ലിമുകളെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. അത്രയധികം സാധ്യമായൊരു കാര്യമാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ വീണ്ടും ഒന്നുകൂടി പോയി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ വേണ്ടി പറഞ്ഞു. ഉമേർ എന്നവർ വീണ്ടും തിരിച്ചു വന്നു. ഈ പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെയാണ് അറിയിച്ചത്: ഞാൻ ആ കുന്നിൻ പ്രദേശത്ത് കുറേ ദൂരം ചുറ്റി നോക്കി. മുസ്ലിങ്ങളുടെ സഹായ സേന അവിടെ എങ്ങും കണ്ടെത്തപ്പെട്ടിട്ടില്ല. ഈ കാണുന്നവരല്ലാതെ അവരുടെ പിന്നിൽ ആരുമില്ല. അവർ മരിക്കുവാൻ തന്നെ ഒരുങ്ങി വന്നിട്ടുള്ളവരാണ്. അവർ നിശബ്ദരായി വർത്തിക്കുന്നു. ഇരയെ കണ്ട വിഷസർപ്പത്തെ പോലെ അവർ നാവ് കൊണ്ട് ചുണ്ടുകൾ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ആരെങ്കിലും അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെന്നോ ഒരു ഉദ്ദേശവും കാണുന്നില്ല. അവരുടെ കണ്ണുകൾ തീപ്പൊരി പോലെ ജ്വലിക്കുന്നു. വാളല്ലാതെ അങ്കി, പരിച മുതലായ മറ്റായുധങ്ങളൊന്നും അവരുടെ പക്കലില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയാം: നമ്മിൽ നിന്ന് ഒരാളെങ്കിലും മരിക്കാതെ അവരിൽപ്പെട്ട ഒരാളെപ്പോലും ഒന്നും തന്നെ ചെയ്യുവാൻ നമുക്ക് കഴിയുകയുമില്ല. അങ്ങനെ അവരുടെ എണ്ണത്തിന് തുല്യമായ ആളുകൾ നമ്മുടെ അണിയിൽ നിന്ന് മരിക്കേണ്ടി വരും. ശേഷിച്ച ആളുകളെയും കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. എങ്ങനെ പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, നാം അങ്ങനെ മക്കത്ത് തിരിച്ചു ചെന്നാൽ മരിച്ചവരുടെ അവകാശികളോട് എന്തു പറയും? കാരണം അവിടെ ചെന്ന് നോക്കുമ്പോൾ മുസ്ലിമീങ്ങളെ മൂപ്പര് സംഭവമാണ്, എണ്ണത്തിൽ കുറവാണെങ്കിലും സഹാബാക്കളുടെ മുഖവും അവരുടെ ധൈര്യവും അവരുടെ മനക്കരുത്തും എല്ലാം കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ ആകെ ബേജാറായി പോയി. കാരണം ഇവർ ഓരോരുത്തരും മരിക്കാതെ കണ്ട് നമുക്ക് വിജയിക്കാം, ഇവർ ഓടിപ്പോകുന്ന പരിപാടിയില്ല, മരിക്കാനായിട്ട് വന്നിക്കുകയാണ് അവർ. അപ്പം അതുകൊണ്ട് അവരെ എണ്ണത്തിന് അത്രയെങ്കിലും നമ്മൾ മരിക്കേണ്ടി വരും. 300 ആൾക്കാരെങ്കിലും മരിച്ചിട്ട് ബാക്കിയിട്ട് പോവാം. ഇങ്ങനെയാണ് അദ്ദേഹം വന്ന് കണ്ട് ഇവരോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരുടെ എണ്ണത്തിന് തുല്യമായ ആളുകൾ നമ്മളിൽ നിന്ന് മരിക്കേണ്ടി വരും. ശേഷിച്ച ആളുകളെയും കൊണ്ടാണ് നാം തിരിച്ചു പോകേണ്ടി വരിക. നാം അങ്ങനെ മക്കത്ത് തിരിച്ചു ചെന്നാൽ മരിച്ചവരുടെ അവകാശികളോട് എന്തു പറയും? അതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് യുദ്ധം ചെയ്യാതെ ഈ നിലയിൽ ഉടനെ തിരിച്ചു പോവുകയാണ് ഉത്തമം. അപ്പോൾ അതിലുണ്ടായിരുന്ന ഹക്കീം ഇബ്നു അസാം ഈ അഭിപ്രായത്തോട് യോജിച്ചു. ഈ വാർത്ത ഖുറൈശികളിൽ പലരും അറിഞ്ഞു. ഉത്ബത്ത് ബിനു റബീഅത്തിനെ സമീപിച്ചുകൊണ്ട് ഹക്കീം ഇബ്നു ഹസാം ഇപ്രകാരം പറഞ്ഞു: താങ്കൾ മാന്യനും ഖുറൈശികൾ നേതാവുമാണല്ലോ. താങ്കളുടെ അഭിപ്രായത്തെ ഖുറൈശികൾ എപ്പോഴും മാനിക്കാറുണ്ട്. ഗുണകരമായ ഒരു അഭിപ്രായം അവരുടെ മുമ്പിൽ വെക്കുവാനും
ആ അഭിപ്രായം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ താങ്കൾ സന്നദ്ധനാവണം. ഖുറൈശികൾ ഇപ്പോൾ മുസ്ലിങ്ങളുമായി യുദ്ധം നടത്തുന്നത് ഗുണത്തിനാവുകയില്ല. ഈ യുദ്ധം ഖുറൈശികൾക്ക് ആൾനാശവും ധനനാശവും അപകീർത്തിയും ഉണ്ടാക്കി തീർക്കും. അവർ എത്ര പേരുണ്ടോ അത്രയും പേരെങ്കിലും നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചല്ലാതെ അവരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ആ നിലയിൽ അവസാനം യോജിച്ചെന്ന് വന്നാൽ തന്നെയും ജയപേര് മുഴക്കിക്കൊണ്ട് നാട്ടിൽ തിരിച്ചു ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യാതെ ഇവിടെ നിന്ന് മാന്യമായി തിരിച്ചു പോവുകയാണ് ഉത്തമം. ഈ അഭിപ്രായം അർത്ഥവത്താണെന്ന് ഉത്തുബത്തിനും ബോധ്യായി. ഖുറൈശികൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഉത്തുബത്ത് പ്രകാരം ഉത്ബോധിപ്പിച്ചു: അല്ലയോ ഖുറൈശികളെ, നിങ്ങൾ മുഹമ്മദിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരെയും നേരിട്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് യാതൊരു നഷ്ടവും പറ്റാത്ത നിലയിൽ അവരെ കൊന്നൊടുക്കി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കഴിയാത്ത കാര്യമാണത്. അഥവാ നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞെന്ന് വന്നാൽ തന്നെ അതിനായി നിങ്ങളിൽ ചിലർ മരിക്കേണ്ടി വരും. ഇളയച്ചന്മാർ, മുത്തച്ഛന്മാർ, അമ്മാമന്മാർ, മച്ചുനന്മാർ എന്നീ ഇനങ്ങളിൽപ്പെട്ട പലരെയും മരണത്തിന് വിട്ടുകൊടുത്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് മക്കയിൽ തിരിച്ചു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഉത്തുബത്ത് പറഞ്ഞു: ഇപ്പോൾ യുദ്ധം ചെയ്യാതെ മടങ്ങുന്നതിൽ അപമാനമുണ്ടെങ്കിൽ ആ അപമാനം നമ്മെ ബാധിക്കുന്ന പക്ഷം ആ അപമാനഭാരം മുഴുവനും ഞാൻ ഏറ്റുവഹിച്ചു കൊള്ളാം. ഉത്തുബത്ത് പേടിച്ചു പോയെന്നും അയാളുടെ ഭീരുത്വമാണ് ഞങ്ങളെ പിന്തിരിപ്പിച്ചതെന്നും നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ആ വക കാര്യങ്ങളിൽ ഭയപ്പെടുന്നവനല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ ഉത്തുബത്ത് പറഞ്ഞു. എന്നാൽ ഈ സംഭവം മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരെ നിന്ന് തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അക്കൂട്ടത്തിൽ നിന്ന് വല്ലവനും നന്മ പറയുന്നുണ്ടെങ്കിൽ അത് ആ ചുവന്ന ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ മാത്രമാകുന്നു. ആ സന്ദർഭത്തിൽ ഉത്തുബത്ത് ചുവന്ന ഒട്ടകപ്പുറത്താണ് കയറിയിരുന്നിട്ടാണ് ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉത്തുബത്ത് അവരോട് പറയാണ്: നിങ്ങൾ അവരുടെ മുഖങ്ങൾ നോക്കൂ. സഹാബാക്കൾ മുഖങ്ങൾ നോക്കാൻ പറഞ്ഞു. നിങ്ങൾ അവരുടെ മുഖങ്ങൾ നോക്ക്. ചന്ദ്രനെ പോലെ തിളങ്ങിയ സുന്ദര മുഖങ്ങൾ ഇപ്പോൾ കോപം കൊണ്ട സർപ്പത്തിൻ്റെ മുഖം പോലെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ അവരോട് യുദ്ധം ചെയ്യാതെ നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ എങ്ങനെ പറയണതേ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞത്. ഹംസ റളിയല്ലാഹു തആല അൻഹു മുസ്ലിങ്ങളുടെ മുന്നണിയിൽ ശത്രുസേനക്കടുത്താണ് നിലർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ആ ചുവന്ന ഒട്ടകക്കാരനും ഖുറൈശികളും തമ്മിൽ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണമെന്നും ഹംസ റളിയല്ലാഹുവിനോട് പറയാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അലി റളിയല്ലാഹു ഹംസ റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ എന്താണ് ആ ചുവന്ന ഒട്ടകപ്പുറത്തിരിക്കുന്ന ആൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അലി റളിയല്ലാഹു അന്വേഷിച്ചപ്പോൾ ചുവന്ന ഒട്ടകപ്പുറത്തിരിക്കുന്നത് ഉത്ബത്ത് ബിൻ റബീഅത്താണെന്നും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുവാൻ അദ്ദേഹം ഖുറൈശികളെ പ്രേരിപ്പിക്കുകയാണെന്ന് ഹംസ റളിയല്ലാഹു ഉത്തരം. ഉത്ബത്തിൻ്റെ അഭിപ്രായത്തോട് ഖുറൈശികളിൽ ഭൂരിപക്ഷ ആളുകൾ യോജിച്ചു. അബൂജഹൽ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഇനി സംഗതി നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അബൂജഹലിനോട് ഈ അഭിപ്രായത്തിലേക്ക് എങ്ങനെയെങ്കിലും അബൂജഹലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്ബത്ത് തന്നെ എന്ത് ചെയ്തു? ഹക്കീമിനെ നിയോഗിച്ചു. നേരത്തെ സംസാരിച്ച ഹക്കീമിനെ നിയമിച്ചു. അപ്പോൾ ഹക്കീം പോയും കണ്ട് എന്ത് ചെയ്യാണ്? അബൂജഹലിനോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞ വാക്ക്, അയാൾക്ക് ഇതൊന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞ വാക്ക് എന്താണ്? പടച്ചവനാണേ സത്യം. ഉത്ബത്തിൻ്റെ ഇരക്കുടൽ ഭയം കൊണ്ട് വീർത്തുപോയി. എന്നിട്ട് ഉത്ബത്തിനെ സമീപിച്ചിട്ട് പറയുകയാണ് അബൂജഹൽ, നിങ്ങൾ പറഞ്ഞയച്ച വിവരങ്ങൾ തന്നെയാണോ ഈ ഹക്കീം എന്നോട് പറഞ്ഞത്? അതേ എന്ന് ഉത്ബത്ത് മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂജഹൽ വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞു. ഞങ്ങൾക്കും മുഹമ്മദിനും ഇടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനമുണ്ടാക്കുന്നത് വരെ പടച്ചവനാണ് സത്യം, ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയില്ല. ഈ വീരവാദമൊക്കെ മുഴക്കിയിട്ട് അബൂജഹൽ ഖുറൈശികളോട് പറഞ്ഞു,
ഖുറൈശികളെ നിങ്ങൾ നോക്കുക, ഒരു ഒട്ടകത്തെ തിന്നു തീർപ്പാനുള്ള ആളുകൾ പോലും മുഹമ്മദിൻ്റെ അണിയിലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരിക്കെ യുദ്ധം ചെയ്യാതെ തിരിച്ചു പോകുവാൻ ഉത്ബത്ത് നമ്മെ ഉപദേശിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഉത്ബത്തിൻ്റെ ഉപദേശത്തിൻ്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉത്ബത്തിൻ്റെ മകനായ അബൂ ഹുദൈഫ എന്ന വ്യക്തി മുഹമ്മദിൻ്റെ കയ്യിലാണുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടാതെ ഉത്ബത്തിൻ്റെ അമ്മാമൻ്റെ മകനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പുത്രനും അമ്മാമൻ്റെ പുത്രനും നമ്മുടെ വാളിനിരയായി പോകുമെന്ന വ്യസനമാണ് ഉത്ബത്തിനുള്ളത്. നമ്മോട് ഇങ്ങനെ പറയാൻ ഉത്ബത്തിനെ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ്. ഇതൊരു കപടതന്ത്രമാണ്, ഇത് മറ്റാർക്ക് മനസ്സിലാകുകയില്ലെന്നാണ് ഉത്ബത്തിൻ്റെ ധാരണ. ഇത് കേട്ടപ്പോൾ ഉത്ബത്ത് കോപാകുലനായി. ഇതൊക്കെ നമുക്ക് ഇനി കണ്ടറിയാന്നൊക്കെ പറഞ്ഞ് കണ്ട് ഉത്ബത്ത് അവിടുന്ന് പോയി. ഞാനിവിടെ ഇതൊക്കെ പറയുന്നത് ബദർ യുദ്ധം, ഈ യുദ്ധം എന്ന് പറയുന്ന കാര്യം, യുദ്ധം ചെയ്യണമെന്ന് എല്ലാ ഖുറൈശികൾക്കും അങ്ങനെയുള്ള വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അബൂജഹലിനെ പോലെയുള്ള ആളുകളുടെ ശാഠ്യവും നിർബന്ധാവസ്ഥയുമാണ് എന്ത് ചെയ്യുന്നത്, യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം അബൂജഹലിൻ്റെ ഉള്ളിൽ മുഴുവനും ക്രൂരത മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ സത്യപ്രസ്ഥാനത്തെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രം, അതിനെന്ത് വേണമെങ്കിലും അവൻ ചെയ്യാന്നുള്ളതാണ്. ഇരിക്കുന്ന മരം മുറിച്ച് കളയാന്ന് പറയില്ലേ, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ എന്തായിരിക്കും, സ്വന്തം ഇരിക്കുന്ന കൊമ്പന്നെ മുറിച്ച് കളഞ്ഞാൽ ഈ പരിപാടിയാണ് അബൂജഹൽ ചെയ്യണത്. എന്നാൽ പലരും ഇതൊരു വിഡ്ഢിത്തരാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അല്ലാഹു തആല അവരുടെ കൽബിൽ ഒരു ഭയം ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. മാത്രമല്ല സഹാബാക്കളുടെ ഈമാനികമായ ആവേശം അവരുടെ മുഖത്ത് കാണുമ്പോൾ ഇവരെ ഒന്നാകെ കൊന്നു തിന്നു എന്നുള്ള ഒരു ഭീതി അവർക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു നിലക്കും യുദ്ധം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു പോയിന്റാണ് എന്ത്, ഈ യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു ദൗത്യവുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആരെ വിടാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും, അതായത് ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞിട്ടും അബൂജഹൽ വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കുക എന്നാണ്. ആ അബൂജഹൽ കുതന്ത്രമുള്ള ആളാണ്. പല വിധത്തിലും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അണികളെ അബൂജഹൽ എന്ത് ചെയ്ത് യുദ്ധത്തിലേക്ക് തന്നെ വീണ്ടും അവരെ കൊണ്ടുവന്നു. അവരുടെ മനസ്സിനെ അതിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഉത്ബത്തിൻ്റെ സംസാരവും ഹക്കീമിൻ്റെ ഇടപെടലൊന്നും അവിടെ ഒരു ഫലവും ഉണ്ടാക്കിയില്ല. കാരണം അബൂജഹൽ അതിനേക്കാൾ തന്ത്രജ്ഞനായിരുന്നു. അബുൽ ഹക്കം എന്നായിരുന്നു അയാളുടെ ആദ്യത്തെ പേര്, മനസ്സിലായ? ഭയങ്കര തന്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹം എന്ന് പറയുന്നത് ബഹുമാനിച്ചിട്ടുണ്ടോന്നല്ല കേട്ടോ, അയാൾ അത്ര വലിയ തന്ത്രജ്ഞനാണ്. അങ്ങനെ വീണ്ടും എല്ലാവരെയും കോപ്പ് കൂട്ടി. ഇതറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു ദൗത്യവുമായിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുകയാണ്, നിയോഗിക്കുകയാണ്. ഖുറൈശികളുടെ അടുക്കലേക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഈ ദൗത്യം സ്വീകരിക്കാൻ ഹക്കീം ഇബ്നു ഹസാം ഖുറൈശികളെ ആഹ്വാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൂട്ടുകാരുടെയും അറുതി വരുത്തി അല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല എന്ന് അബൂജഹൽ വീണ്ടും വീരവാദം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പല വിധത്തിലുള്ള സൂത്രങ്ങളും കൊണ്ട് യുദ്ധം എന്ത് ചെയ്യാണ്, അയാൾ നടപ്പിലാക്കുകയാണ്. അവിടെ എല്ലാവിധമായ സന്ധികളും അവിടെ മുറിഞ്ഞു പോവുകയാണ്, പൊളിഞ്ഞു പോവുകയാണ്. ഇത്രയധികം ശാഠ്യം പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നുള്ള രീതിയിൽ ഇത് നല്ലൊരു അവസരമാണ്, അവർ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി സന്ധികളും സംഭാഷണങ്ങളും എല്ലാം തൂർത്തെറിഞ്ഞുകൊണ്ട് യുദ്ധരംഗത്തേക്ക് വന്ന അബൂജഹൽ, അവൻ്റെ പ്രേരണയാൽ അവൻ്റെ കൂടെ നിന്ന ആളുകൾ ആദ്യം അങ്ങനെയൊക്കെ മനസ്സിലാക്കിയെങ്കിലും ആ യുദ്ധത്തിന് ശേഷം പിന്നീട് മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. അതിനുശേഷം മുസ്ലിമീങ്ങളായ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ മുസ്ലിമീങ്ങളായവരുണ്ടല്ലോ സഹാബാക്കളിൽ, അവർ പറയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ
ഈ ശത്രുക്കൾക്ക്, ഖുറൈശികൾക്ക് മുസ്ലിം അവർ വളരെ അധികം കുറവുള്ളതായിട്ട് അനുഭവപ്പെടുകയും മുസ്ലിം സേന വളരെയധികം ഉള്ളതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഇറക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ ആ സഹാബാക്കളെ സഹായിക്കുവാനായിട്ട് മലക്കുകൾ ഇറക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. 3000 മലക്കുകൾ ഇറക്കി എന്ന് പറയുന്നുണ്ട്, 5000-ഓളം ഇറക്കി എന്ന് പറയുന്നുണ്ട്, അല്ലേ? 5000-ഓളം മലക്കുകൾ ഇറക്കി എന്നാണ്. അപ്പോൾ അവർക്ക് ഭയം വരികയാണ്. എന്നാൽ സഹാബാക്കൾ പറയാണ്, ചില സഹാബാക്കൾ പറയാണ് എന്ത്, ഞങ്ങൾക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയാണ്, യുദ്ധം അങ്ങോട്ട് തുടങ്ങിയാണ്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തിന് ഞങ്ങൾക്ക് അവർ ശത്രു സൈന്യം വളരെ കുറവുള്ളതായിട്ടാണ് തോന്നിയത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു സഹാബിയോട് ചോദിച്ചു, ആ സഹാബിയുടെ പേര് ഓർമ്മ വരുന്നില്ല, ആ സഹാബിയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സഹാബിയോട് ചോദിച്ചു, അവരാകെ 70 പേരുള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലേ, എത്ര ആളാണെന്ന് ചോദിച്ചു. അപ്പം ആ സഹാബി പറഞ്ഞു 70 അല്ല, അവർ 100 പേരുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ എല്ലാവർക്കും അറിയാം 1000-ഓളം ശത്രുക്കൾ ഉണ്ട് എന്ന്. പക്ഷെ സഹാബാക്കൾക്ക് ആ സന്ദർഭത്തിൽ മനസ്സിൽ തോന്നുന്നതാണ് അവർ അത്രയേ ഉള്ളൂ. ആ വിധത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ധൈര്യവും മനക്കരുത്തും സഹാബാക്കൾ കിട്ടിയെന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ യുദ്ധത്തിൻ്റെ അണിയിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ ഇടത്തും വലത്തുമായി 2 അൻസാരി യുവാക്കൾ നിലയുറപ്പിച്ചു. അബൂജഹലിനെ അറിയാമോ എന്ന് അവരിൽ ഓരോരുത്തരും എന്നോട് അന്വേഷിച്ചു. ഞാനീ പറയണത് എന്താ വെച്ചാൽ, ഇത്ര വലിയ ഈ അബൂജഹലാണല്ലോ ഇത് ഇവരെ ഇതിലേക്ക് ഈ കുണ്ടിലേക്ക് കൊണ്ട് ചാടിക്കണത്. പക്ഷെ അബൂജഹലിന് അല്ലാഹു തആല എങ്ങനെയാണ് അവനെ പരാജയപ്പെടുത്തി നോക്കണം. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. അബൂജഹലിന് ഇത്ര വലിയ, അവിടുത്തെ ഏറ്റവും വലിയ ധീരനും പ്രമാണിയും എല്ലാമാണ് ഖുറൈശികളുടെ അടുക്കൽ, മക്കാ മുശ്രിക്കീങ്ങളുടെ അടുക്കൽ അബൂജഹൽ. പക്ഷെ അബൂജഹലിന് ഇത്ര വലിയ ഇതിൽ വന്ന, ധൈര്യത്തോട് കൂടിയിട്ട് വന്ന അബൂജഹൽ, ഈ അബൂജഹലിന് വന്ന അന്ത്യം ഇത്ര മോശമായിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്ര മോശമായിട്ടാണ് അവൻ്റെ അന്ത്യം സംഭവിച്ചത് നോക്കണം. അതാണിത് പറയണത്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അടിയിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ ഇടത്തും വലത്തുമായി 2 അൻസാരി യുവാക്കൾ നിലയുറപ്പിച്ചു. അബൂജഹലിനെ അറിയാമോ എന്ന് അവരിൽ ഓരോരുത്തരും എന്നോട് അന്വേഷിച്ചു. എന്താണാവോ ആവശ്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, റസൂലിൻ്റെ കഠിന ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനിഷ്ടത്തിന് പാത്രീഭൂതവനുമായ ആ വ്യക്തിയെ കണ്ടാൽ മരിക്കുന്നത് വരെ അവരുമായി യുദ്ധം ചെയ്യാൻ തന്നെ, അതിനാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് അവർ ഓരോരുത്തരും പറഞ്ഞു. അബൂജഹലിനെ കൊല്ലുന്ന കാര്യത്തിൽ ആ യുവാക്കൾ കാണിച്ച മത്സര ബുദ്ധി എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ശത്രുക്കളുടെ അണിയിൽ ഒരു ഭാഗത്ത് അബൂജഹലിനെ ഞാൻ കണ്ടു. അബൂജഹലിനെ ഞാൻ ആ യുവാക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഒരേ സമയത്ത് സ്പോട്ടിൽ 2 യുവാക്കളും അബൂജഹലിന് നേരെ ഓടിയെടുക്കുകയും 2 വാളുകളും ഒരേ സമയത്ത് അബൂജഹലിൻ്റെ കഴുത്തിൽ പതിക്കുകയും അബൂജഹൽ നിലംപതിക്കുകയും ചെയ്തു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയില്ലേ, എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. നൊടിയിടയിലെല്ലാം നടന്നു. ജീവനാടി അറ്റുപോയെങ്കിലും അബൂജഹൽ പെട്ടെന്ന് മരിച്ചില്ല. കാരണം അതായിരുന്നു മുഖദ്ദർ, അവന് കുറച്ച് സഹിച്ച് മരിക്കേണ്ടിണ്ടായിരിക്കാം. ഈ അബൂജഹലിൻ്റെ വധത്തിൽ മലക്കുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ടെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം ഇത്രയധികം പെട്ടെന്ന് ഈ സഹായം ലഭിക്കണമെങ്കിൽ ഈ കുട്ടികൾ വരുന്നു. കാരണം എത്രയധികം ആളുകളുടെ കൂട്ടത്തിലാണ് അബൂജഹൽ. ഖുറൈശികൾ പറയാണ് അബൂജഹലിനെ ചുറ്റും ഖുറൈശികൾ നിന്നിട്ട് പറയാണ്, ഇത്രയധികം വലിയ സെക്യൂരിറ്റി കടന്നുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ഖുറൈശികൾ അബൂജഹലിനോട് പറയാണ്. കാരണം അബൂജഹലിനെ എല്ലാവരും ലക്ഷ്യമാക്കും. വെറും വാള് മാത്രമല്ലല്ലോ, അമ്പുണ്ടാവും, പലതും ഉണ്ടാവുമല്ലോ, ഇതിൽ കുന്തണ്ടാവും. അങ്ങനത്തെ ഇതിൽ പെട്ടെന്ന് പരിപാടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനത്തെ ആളുകൾ അബൂജഹലിൻ്റെ നേരാണ് വരുമെന്നും ആരും പ്രതീക്ഷിക്കൂല. കാരണം വലിയ ശത്രുവല്ലേ, വലിയ നേതാവല്ലേ. അപ്പോൾ വലിയ നേതാക്കന്മാരാവും മറ്റൊരു ഭാഗത്തുനിന്ന്, മുസ്ലിങ്ങളെ ഭാഗത്തുനിന്ന് വരിക എന്നാണ് അവർ പ്രതീക്ഷിക്കുക. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, യുദ്ധക്കളത്തിൽ വെച്ച് പലതവണ വീരവാദം മുഴക്കിയ വ്യക്തിയാണ് അബൂജഹൽ.
എല്ലാ നിലയിലും ദുശ്ചെയ്തികളുടെ മൂർത്തീകരണമായിരുന്നു അബൂജഹൽ. യുദ്ധം കഴിഞ്ഞ് രംഗം ശാന്തമായപ്പോൾ യുദ്ധകളത്തിൽ പോയിട്ട് അബൂജഹലിൻ്റെ സ്ഥിതി നോക്കി വരുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. തല മുറിഞ്ഞു പോയത് മൂലം മനസ്സിലാവാതെ വന്നെങ്കിൽ കാലിൻ്റെ മുട്ടിന്മേൽ ഒരു മുറിവുണങ്ങിയ കല അയാളുടെ അടയാളമാണെന്ന് ധരിച്ചു കൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു ഈ തരയാൻ പോകുന്ന ആളുകളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഞാനും അയാളും കുട്ടികളായിരുന്നു. എനിക്ക് അയാളേക്കാൾ അല്പം പ്രായം കൂടുതലാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ജദാൻ എന്ന ആൾ നടത്തിയ ഒരു സൽക്കാരത്തിൽ ഞാനും അയാളും പങ്കെടുത്തു. അയാൾ എന്നെ തള്ളി ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അയാളെ തള്ളി നീക്കി. അതുകൊണ്ട് അയാൾ മുട്ടുകുത്തി നിലത്ത് വീണു. ആ വീഴ്ചയിൽ അയാളുടെ കാൽമുട്ടിന് മുറിവ് പറ്റി. അത് പഴുത്ത് വ്രണമായി. പിന്നീട് അത് ഉണങ്ങിയെങ്കിലും ആ മുറിവിൻ്റെ പാട് അവിടെ തന്നെ അവശേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലും തമ്മിൽ കുട്ടിക്കാലത്ത് ഒരു ഗുസ്തി നടന്നതായിട്ട് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അത് ഈ വിഷയത്തോടനുബന്ധിച്ചിട്ടാണ്. അങ്ങനെ സഹാബിമാർ അബൂജഹലിനെ കണ്ടുപിടിക്കാൻ യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ടു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ കണ്ടെത്തി. അദ്ദേഹം പറയാണ്, തിരഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ അബൂജഹലിനെ കണ്ടു. അയാൾ അപ്പോഴും അന്ത്യശ്വാസം വലിച്ചിരുന്നില്ല. മരണം, അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും അന്ത്യശ്വാസം വലിച്ചിട്ടില്ല. കാരണം ജീവനാടി മാത്രം അറ്റുപോയിട്ടുള്ളൂ, കഴുത്ത് മൊത്തമായിട്ട് പോയിട്ടില്ല. മരണം അയാളുടെ ശ്വാസനാളത്തിൽ കിടന്ന് കളിക്കുകയായിരുന്നു. അയാളുടെ പിടലിയിൽ കാലെടുത്ത് വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശത്രുവെ, നിന്നെ ഞാൻ ചീത്ത പറയട്ടെയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പലതും പുലമ്പിക്കൊണ്ടിരുന്നു. ഈ കൊല എനിക്ക് ഒരു അപമാനമാണോ? അയാൾ പറയാണ്, അബൂജഹൽ പറയത്രേ, ആ ടൈമിലും അയാൾ പറയണ വാക്ക് നോക്കണം. ഈ കൊല എനിക്ക് ഒരു അപമാനമാണോ? ഒരിക്കലുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയമാണ്. എങ്കിലും ആ പൊണ്ണന്മാരായ ആളുകൾ എന്നെ വെട്ടിയതിൽ എനിക്ക് വലിയ ഖേദമുണ്ട്. അൻസാരികളായ സാധുക്കളായ 2 യുവാക്കളാണ്. ആരെ വെട്ടിയത്? അബൂജഹലിനെ വെട്ടിയത്. അത് അയാൾക്ക് വലിയ ഖേദമുണ്ട്. തൻ്റെ ഇടമുള്ളവരുമായിട്ട് യുദ്ധം ചെയ്ത് മരിക്കുവാൻ ഇടവന്നില്ലല്ലോ എന്നതാണ് എൻ്റെ ഖേദം. ഇരിക്കട്ടെ, ഇപ്പോൾ യുദ്ധത്തിൽ ആർക്കാണ് വിജയമുണ്ടായത് എന്ന് അബൂജഹൽ ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിന് തന്നെ എന്ന് ഞാൻ മറുപടി നൽകി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അയാൾ, ചില പ്രത്യേക ആളുകൾ നിങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്തല്ലോ, അവർ ആരാണ് എന്ന് അബൂജഹൽ വീണ്ടും ചോദിച്ചു. അവർ മലക്കുകളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു, എന്നാൽ ഞങ്ങളെ ജയിച്ചത് അവരാണ്, നിങ്ങളല്ല. ഞാൻ അയാളുടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അയാളുടെ പിടലിയിലും നെഞ്ഞിലും കാൽ വെച്ചുകൊണ്ട് അയാളുടെ തല മുറിച്ചെടുപ്പാൻ ശ്രമിച്ചു. എൻ്റെ വാൾ അയാളുടെ കഴുത്തിൽ ഫലിച്ചില്ല. അബൂജഹലിൻ്റെ മുഖത്ത് തുപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എടാ ആട്ടിടയാ, മഹാന്നതമായ എൻ്റെ ഈ സ്ഥാനത്ത്, അതായത് നെഞ്ഞത്തെ ഈ സ്ഥാനത്ത് കാലെടുത്ത് വെക്കാൻ നിനക്ക് ധൈര്യമുണ്ടായല്ലോ. ഇതാ എൻ്റെ വാൾ, അതുകൊണ്ട് എൻ്റെ തല മുറിച്ചു കൊള്ളുക. മുഹമ്മദ് കണ്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടിപ്പോകത്തക്ക വിധം കഴുത്തിന് താഴെ വെച്ച് നീട്ടി മുറിച്ചു കൊള്ളുക. ഇതുവരെ ഞാൻ മുഹമ്മദിൻ്റെ ശത്രുവായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഞാൻ അവൻ്റെ ഉഗ്രശത്രുവാണെന്ന് ഞാൻ പറഞ്ഞതായി നീ മുഹമ്മദിനോട് പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിൻ്റെ വാൾ കൊണ്ട് തന്നെ ഞാൻ അയാളുടെ ശിരസ് മുറിച്ചെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഹാജരാക്കി നടന്ന സംഭവങ്ങൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രസ്താവിച്ചു, ഞാൻ മുർസലീങ്ങളിൽ പരിപൂർണനും എൻ്റെ സമുദായം ജനസമുദായങ്ങളിൽ വെച്ച് നന്മ നിറഞ്ഞതും എൻ്റെ ഫിറഔൻ മറ്റു ഫിറഔന്മാരെ അപേക്ഷിച്ചു ഉഗ്രനും തന്നെയാണ്. മൂസാ നബിയുടെ ഫിറഔൻ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയപ്പോൾ ബനൂ ഇസ്രായേൽ വിശ്വസിച്ചവനെ ഞാനും വിശ്വസിച്ചു എന്ന് പറയുകയും ചെയ്തു. എൻ്റെ ഫിറഔനാകട്ടെ മരണവേളയിൽ പോലും കുഫ്രിയത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, നിഷേധം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുകയും ചെയ്തു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഈ വിഷയം ഇതൊരു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടൊരു സ്വപ്നം
ഇവിടെ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഇബ്നു ഖുതൈബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മക്കയിൽ വെച്ചൊരു ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം ഞാൻ നിന്നെ കൊല്ലുമെന്ന് അബൂജഹൽ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹൽ പറഞ്ഞത്ര ഒരു ദിവസം ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് നേരായ സ്വപ്നമാണെങ്കിൽ നിന്റെ പിടലിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആട്ടിനെ അറുക്കും പോലെ ഒരു ദിവസം നിന്നെ ഞാൻ അറുക്കും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു എന്ന് അബൂജഹലിനോട്. കുറച്ച് മുന്നുണ്ടായ സംഭവമാണിത്. ബദർ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നർത്ഥം. ഈ ബദർ യുദ്ധത്തിൽ വളരെയധികം മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോൾ ശത്രുപക്ഷത്ത് ആരും തന്നെ ഒഴിഞ്ഞു പോകാതെ എല്ലാവരുടെ കണ്ണുകളിൽ മൺതരികൾ ചെന്ന് വീണ്. അതൊരു മുഅ്ജിസത്താണ്. അതാണ് ആകെ മാറ്റിമറിച്ചത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, അതിനെ സംബന്ധിച്ച് പറഞ്ഞു, മാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. നബിയെ, തങ്ങളാ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങളിൽ എറിഞ്ഞത് അല്ലാഹ് എറിഞ്ഞതെന്ന് പറഞ്ഞു. കാരണം കണ്ണുകളിൽ ഓരോരുത്തർ വീണം. പിന്നെ അവർ ആ കണ്ണുകളിൽ നിന്ന് മണ്ണ് മാറ്റാനുള്ള പരിപാടിയായി. ഇതിൽ മുസ്ലിമീങ്ങളുടെയും അതുപോലെ തന്നെ മലക്കുകളുടെയും ആക്രമണങ്ങൾ വന്നു. അവസാനം അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്തിരിഞ്ഞോടാ ചെയ്തു പലരും. മറ്റൊന്ന്, മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുറിഞ്ഞുപോയ കൈ പൂർവ്വസ്ഥാനത്ത് ബന്ധിപ്പിച്ചു. അതായത് അബൂജഹലിനെ ആദ്യമായിട്ട് വധിക്കാൻ ചെല്ലുന്ന ആൾ ഈ അൻസാരികളെക്കാട്ടി മുന്നൊരാൾ എത്തിയിട്ടുണ്ട് അവിടെ അബൂജഹലിനെ കണ്ടിട്ട്. പക്ഷെ അബൂജഹലിൻ്റെ കാലിനെ കണങ്കാലിനൊരു വെട്ടിയപ്പോട് കൂടിയിട്ട് കൂടെയുള്ള ആളുകൾ മഹാനവറുകളെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു വെട്ടി. അങ്ങനെ ആ വെട്ട് കിട്ടിയിട്ട് ഒരു കൈ എന്തായിരുന്നു, മുറിഞ്ഞു പോയിരുന്നു. കൈ ഇങ്ങനെ തൂങ്ങിപ്പോയിരുന്നു. പിന്നെ വേറൊരു കൈ വെച്ചിട്ടാണ് മഹാനവറുകൾ എന്ത് ചെയ്ത് പിന്നെ യുദ്ധം ചെയ്തത്. പിന്നീടാണ് ഉടനെ തന്നെയാണ് അതോട് കൂടിയിട്ടാണ് ഈ സഹാബാക്കൾ വരുന്നത്, ഈ അൻസാരികളെ സഹാബികൾ രണ്ടുപേര് യുവാക്കൾ വരുന്നത്. അപ്പോൾ ഈ മുറിഞ്ഞ കൈയുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ചിട്ടാണ് ആ കൈ അതേപോലെ അവിടെ ഫിറ്റ് ചെയ്തും കണ്ട് അങ്ങനെ കൂട്ടി വെച്ചും കൊണ്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരുടെ പരിശുദ്ധമായ ഉമിനീര് വെച്ചും കൊണ്ട് അവിടെ എന്ത് ചെയ്തു, സ്പർശിച്ചു. അതോടുകൂടി അത് പൂർവ്വസ്ഥാനത്ത് ബന്ധിച്ചു. അതുപോലെ തന്നെ ഉക്കാശത്ത് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വാൾ എന്ത് ചെയ്ത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മുറിഞ്ഞു പോയി. അദ്ദേഹം തിരിച്ച് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നു. അള്ളാഹിൻ്റെ റസൂൽ ഒരു വിറകിൻ്റെ കഷ്ണം പോലത്തെ ഒരു വടി കൊടുത്തു. ആ വടി കഷ്ണം പിന്നെ വാളായിട്ട് മാറി. അത് മഹാനവറുകൾ വഫാത്താവണ വരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അതുണ്ടായിരുന്നു, വാളായിക്കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സൽമത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു, അവർക്കും അള്ളാഹിൻ്റെ റസൂല് ഒരു വടി കൊടുത്ത് അത് മൂർച്ചയേറിയ വാളായിട്ട് മാറി. അതുപോലെ തന്നെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾക്ക് വെട്ടേറ്റപ്പോഴേ കഴുത്തിന് വെട്ടേറ്റിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തല അങ്ങോട്ട് തൂങ്ങിക്കിടന്നു, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി കഴുത്തിന് വെട്ടേറ്റിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തു, ഹുബൈബ് റളിയല്ലാഹു അൻഹു തല അങ്ങോട്ട് നേരെയാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഉമിനീര് കൊണ്ട് സ്പർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് തടകിയപ്പോൾ ആ തല നേരെയായി വന്നു. ഇതൊക്കെ ഈ ബദർ യുദ്ധത്തിൽ നടന്ന ഈ ഒന്ന് ആലോചിച്ച് നോക്കി. വെള്ളിയാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞു, പ്രഭാതമായതിന് ശേഷമാണ് യുദ്ധം തുടങ്ങുന്നത്. ഈ ജുമായുടെ മുന്നെയാണ്. ജുമാ ശരിക്കും നിർബന്ധമായത് മക്കത്തിൽ നിന്ന് തന്നെ ജുമാ നിർബന്ധമായിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലായത് ശരിക്കും മദീനത്തിൽ നിന്നാണെന്ന് മാത്രം. അപ്പം അതിന് മുന്നെയാണ് എന്താവണത്, ഈ യുദ്ധം നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുണ്ടായ സംഭവങ്ങളാണ് എന്തെല്ലാം സംഭവങ്ങളാണ്. മലക്കുകൾ ഇറങ്ങണേ, മലക്കുകൾ പല സഹാബാക്കളും പല വിധത്തിലായിട്ട് കാണുന്നു. പല നിറത്തിലുള്ള തൊപ്പികൾ ധരിച്ചതായിട്ടും തലപ്പാവ് ധരിച്ചതായിട്ടും മലക്കുകൾ ഇറങ്ങുന്നതും. അതുപോലെ തന്നെ ശത്രുപക്ഷം പോലും കാണുകയാണ്. അതല്ല നിങ്ങളോട് കൂടെ യുദ്ധം ചെയ്തിരുന്ന ആരാണെന്ന് അബൂജഹൽ ചോദിക്കണത്. അപ്പോൾ ശത്രു കാണുന്നുണ്ട് യുദ്ധം ചെയ്യുന്നതൊക്കെ. അതുപോലെ തന്നെ വേറെ റിപ്പോർട്ടിൽ പറയുന്നത്
ഒരു ശത്രുഭാഗത്തുള്ള ആൾ പറയുന്നത് മുകളിലൂടെ ഇങ്ങനെ പക്ഷികൾ പറക്കുന്നത് പോലെ എന്തൊക്കെയോ പറക്കുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പലരും വിവരിക്കുന്നുണ്ട്. എന്തെല്ലാം മോജിസാത്തുകളാണ്. അതുപോലെ തന്നെ മഹാനായ റിഫാഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾക്ക് അമ്പേറ്റിട്ട് ഒരു കണ്ണണ്ട് വീണു, നഷ്ടപ്പെട്ടു. കണ്ണണ്ട് വീഴാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ കണ്ണേറ്റ് പോവുകയാണ്. ആര്? റിഫാഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ണെടുത്തിട്ട് പൂർവ്വസ്ഥിതിയിൽ വെച്ചു. അത് ശരിയായും ചെയ്തു. മനസ്സിലായി? ഇതൊക്കെ മുഅ്ജിസത്തിൽപ്പെട്ട സംഭവങ്ങളാണ്. അൽഹംദുലില്ലാ, അങ്ങനെ യുദ്ധമൊക്കെ വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മദീനയിലേക്ക് എത്തിയപ്പോൾ മുസ്ലിമീങ്ങളായ എത്രയോ ആളുകൾ വളരെ ആഹ്ലാദപൂർവ്വം അവരെ സ്വീകരിച്ചു, മദീനയിലേക്ക് ആനയിച്ചു. സ്ത്രീകളും കുട്ടികളും എല്ലാവരും നല്ല നല്ല വിജയത്തിൻ്റെ ഗാനങ്ങൾ ആലപിച്ചു. ഒരു യഹൂദ സ്ത്രീ ഒരു ആട്ടിനെ വേവിച്ചു ഒരു പാത്രത്തിലാക്കി ജേതാവായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സൽക്കരിക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. യാ റസൂലല്ലാഹ്, താങ്കൾ എന്നെ തിന്നരുത്, എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് അള്ളാഹു ആ ആട്ടിനെ കൊണ്ട് പറയിച്ചു. മനസ്സിലായോ? ഇത് ഖൈബർ യുദ്ധത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ജൂത സ്ത്രീ ചെയ്തിട്ടുണ്ട്. അത് ഈ ബദർ യുദ്ധത്തിൽ വിജയിച്ചു വന്നപ്പോഴും ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട്. റസൂലുള്ളാഹിനെ പക്ഷെ അങ്ങനെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അത് പാകം ചെയ്യപ്പെട്ട ആട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആടിൽ നിന്ന് വിഷം വന്നു, അല്ല ഈ ശബ്ദം വന്നു, യാ റസൂലല്ലാഹ്, താങ്കൾ എന്നെ തിന്നരുത് എന്ന്. അബൂ സുഫിയാന് ഷാമിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ ഊടുവഴികളിലൂടെ മുസ്ലിങ്ങളുടെ കണ്ണിൽപ്പെടാതെ മക്കയിൽ തിരിച്ചെത്തിയെന്ന്. അദ്ദേഹം മക്കയിലെത്തിയപ്പോൾ ബദറിൻ്റെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞു വരുവാൻ വേണ്ടി മക്കാർ അദ്ദേഹത്തെ നിർബന്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകണ്ട, നിങ്ങളൊന്ന് പോയും കാണ്ട, ബദറിലൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് അവിടെ സ്ഥിതിഗതികളൊക്കെ വന്നിട്ട് പറയണമെന്ന്. മക്കാരുടെ നിർബന്ധത്തെ നിഷേധിക്കാനോ നിരാകരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആകയാൽ അദ്ദേഹം ബദറിലേക്ക് പുറപ്പെട്ടു. ഒരു നിരീക്ഷകൻ്റെ നിലക്ക് അദ്ദേഹം സംഭവങ്ങൾ നോക്കിക്കണ്ടു. ഇങ്ങനെ അപ്പുറം നിന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ സംഭവത്തിന് ശേഷം, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അബൂ സുഫിയാനും മക്കയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ബദറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അബൂലഹബ് അന്വേഷിച്ചു. ആ പേടിത്തൊണ്ടനുണ്ടല്ലോ, അബൂലഹബ് അന്വേഷിച്ചു. വളരെ ജിജ്ഞാസയോടെ കൂടിയിട്ട് ക്ഷമയില്ലാത്ത അവസ്ഥയിലായിരുന്നു അബൂലഹബ്. അബൂ സുഫിയാൻ പറഞ്ഞു, ബദറിൽ ചില ആളുകളെ ഞങ്ങൾ കണ്ടു. അവരിൽ നല്ല കായിക ബലമുള്ള ചില സുന്ദരന്മാർ വെള്ളക്കുതിരയുടെ പുറത്ത് കയറി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ചുറ്റിക്കൊണ്ടേയിരുന്നു. അവർ വധിക്കാൻ ഉദ്ദേശിച്ച എല്ലാവരെയും അവർ കൊന്നുകളഞ്ഞു. അവർ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്തു. അവർ ഉദ്ദേശിച്ചതെല്ലാം അവർ ചെയ്തു. അങ്ങനെ അബൂ സുഫിയാൻ എന്ത് ചെയ്തത് അവിടെ വിവരിച്ചത്. അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ മൂപ്പര് കണ്ടതാണ് മൂപ്പരാ പറഞ്ഞത്. മലക്കുകളെ കണ്ടതായിരിക്കും ആ പറയണത്. കായികപരമുള്ള ചില സുന്ദരന്മാർ വെള്ളക്കുതിരപ്പുറത്ത് ആകാശത്ത് നിന്ന് ഭൂമിക്ക് മുകളിൽ ചുറ്റിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാണ്, സംസമിൻ്റെ വീട്ടിനടുത്ത് വെച്ചാണ് അബൂ സുഫിയാൻ ഈ വിവരം പറഞ്ഞത്. ആ അവസരത്തിൽ ഞാനും, അതായത് ഈ അബൂ റാഫി റളിയല്ലാഹു അൻഹു അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്നു. പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ അവസരത്തിൽ അബൂ സുഫിയാൻ ഇത് പറയുന്ന സന്ദർഭത്തിൽ ഞാനും ഉമ്മുൽ ഫضലും, ഉമ്മുൽ ഫضൽ എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നിയും ആണ്. പിന്നെ ആദ്യകാലത്തെ വിശ്വാസികളിൽ ഒരാളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യമായിട്ട് വിശ്വസിച്ച ആളുകളിൽപ്പെട്ട ആളാണ് ഈ സഹാബി വനിത റളിയല്ലാഹു തആല അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുമാണ്. അവരുടെ ശരിയായ പേര് ലുബാബത്ത് എന്നാണ്. അപ്പോൾ ഇവർ പറയാണ്,
ഞാനും ഉമ്മുൽ ഫാദിലും ആ വീടിനകത്ത് ഉണ്ടായിരുന്നു അബൂ സുഫിയാൻ ഇത് പറയുമ്പോൾ. അബൂ സുഫിയാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ ആളുകൾ മലക്കുകളായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്കറിയാലോ, അപ്പോൾ ഇവർ പറയും മൂപ്പര് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അപ്പോൾ വേഗം പറഞ്ഞു ആ കണ്ട ആളുകൾ, ആ ആളുകൾ മലക്കുകളായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂലഹബ് ക്ഷുഭിതനാവുകയും എൻ്റെ മുഖത്തടിച്ച് എന്നെ തള്ളിയിടുകയും എന്നെ വീണ്ടും തല്ലുവാൻ ഓങ്ങുകയും ഉണ്ടായി. അപ്പോഴേക്കും ഒരു തടിച്ച വടി കൊണ്ട് ഉമ്മുൽ ഫضൽ അയാളെ തല തല്ലിക്കീറുകയുണ്ടായി. അപ്പോൾ ഈ അബൂലഹബ് മരിക്കാനിടയായ സംഭവമാണ് ഈ പറയുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് അബൂലഹബ് പിന്നെ കൂടുതൽ ജീവിച്ചിട്ടില്ല എന്നർത്ഥം. കാരണം ഇങ്ങനെയൊരു സംഭവം അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഇവർ അത് മലക്കുകളായിരുന്നു പറഞ്ഞപ്പോൾ അബൂലഹബിന് സഹിക്കാൻ പറ്റിയില്ല. അപ്പം ആ ദേഷ്യം പിടിച്ചിട്ട് മുഖത്ത് അടിക്കുകയും തള്ളയിടുകയൊക്കെ ചെയ്തപ്പോൾ ഉമ്മുൽ ഫضൽ എന്ത് ചെയ്തു? അയാളെ തല തല്ലി കീറി. എന്നിട്ട് പറഞ്ഞു അബൂലഹബിനോട്, ഈ ഉമ്മുൽ ഫضൽ എന്നവർ റളിയല്ലാഹു തആല അൻഹു, അവൻ്റെ യജമാനൻ ഇവിടെ ഇല്ലെന്നുള്ള ധൈര്യത്തിലാണോ നീ ഈ തമ്മാടിത്തരം കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അബൂലഹബിൻ ഉമ്മുൽ ഫضൽ എന്ത് ചെയ്തു? അപമാനിച്ചു. അതായത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത ടൈമിലാണല്ലോ ഇപ്പോൾ ഈ തല്ലണത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അടിമയാണല്ലോ അദ്ദേഹം. അപമാനിതനായ അബൂലഹബ് നിശബ്ദനായി തിരിച്ചുപോയി. അതിനുശേഷം ഒരാഴ്ചയിലധികം അബൂലഹബ് ജീവിച്ചില്ല. ആ മുറിവ് മനുഷ്യരൊന്നും അയാളുടെ അടുക്കൽ അടുക്കാത്തതായ വ്രണമായിട്ട് മാറി. മക്കളും ഭാര്യയും അയാളെ കൈയൊഴിച്ചു. അടുത്തവരെ പിടികൂടുന്ന ഒരുതരം പകർച്ചവ്യാധിയായിരുന്നു ആ വ്രണം. ഇന്നത്തെ കൊറോണ ഒന്നല്ല, അയ്യാദിയാണ്. കാരണം ചീഞ്ഞ് നാറിയിട്ട് അയാൾ മരിച്ചിട്ട് പോലും ആരും അടുത്തിരുന്നില്ല എന്നാണ്. അങ്ങനെ ആരും അടുക്കുകയും മടുപ്പിക്കുകയും ചെയ്യാതെ കഷ്ടപ്പെട്ടുകൊണ്ട് അധമരിൽ അധമനായിക്കൊണ്ടാണ് അബൂലഹബ് മരിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് എന്ന് പറഞ്ഞില്ലേ? അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അതേപോലെ നശിച്ചുപോയി. അബൂലഹബിൻ്റെത് മരിച്ചതിന് ശേഷം പോലും ഇയാൾ ദുർഗന്ധം ഒന്ന് മാത്രമല്ല, ആളുകൾക്ക് പകർച്ചവ്യാധി വിരോധിച്ചിട്ട് ആളുകൾക്ക് അടുക്കാൻ വയ്യ. ദുർഗന്ധം കാരണത്താൽ അതും എടുക്കാൻ വയ്യ. പകർച്ചവ്യാധി വരുന്നൊരു പേടി. അവസാനം അയാൾ കിടക്കുന്നതിൻ്റെ കട്ടിലിൻ്റെ അപ്പുറം വീടിൻ്റെ അവിടെ തന്നെ വലിയ ഒരു കുഴി കുഴിക്കേണ്ടായത്. വലിയ ഒരു കുഴി കുടിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് വലിയ ഒരു മുള പോലെ തോട്ടി പോലെ സാധനം എടുത്തുങ്ങാണ്ട് മരങ്ങളെടുത്തുങ്ങാണ്ട് അയാളുടെ ശവത്തിൽ കുത്തിയിട്ട് ആ കട്ടിലിൽ നിന്ന് ആ കുഴിയിലേക്ക് വീഴ്ത്തുക ചെയ്തത്. അങ്ങനെ മൂടിക്കളയുക ചെയ്തത് അബൂലഹബിനെ. അത്ര മോശമായിട്ടുള്ള ഒരു മരണമാണ് അബൂലഹബിന് ഉണ്ടായിട്ടുള്ളത്. 3 ദിവസം ആ ശവം അങ്ങനെ കിടന്നു എന്നാണ്. ആരും ആ ശവത്തെ സമീപിച്ചില്ല. മക്കളോ ഭാര്യയോ കുടുംബാദികളോ ആരും ആ ശവത്തെ പരിചരിക്കാൻ വന്നില്ല. കഫൻ ചെയ്യാൻ ഒന്നും വന്നില്ല എന്നർത്ഥം. ആ കാലഘട്ടത്തെ കഫൻ മനസ്സിലായില്ലേ? കഫനല്ല, കഫാണ്. അങ്ങനെ ദുർഗന്ധം വമിച്ചു തുടങ്ങി. അത് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ തള്ളിയാണ്ട് കുഴിയിലിട്ട് മണ്ണിട്ട് മൂടി. എന്നിട്ടും ദുർഗന്ധം അവസാനിച്ചില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? 2 കൂലിക്കാരെ കൊണ്ട് ആ ശവത്തെ അവിടെ നിന്ന് മാന്തി എടുപ്പിച്ചു. അവർ മക്കയുടെ പുറത്ത് കൊണ്ടുപോയി ആ ശവത്തെ അവിടെ കുഴിച്ചിട്ടു എന്നാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൊടിയ ശത്രുക്കളുടെ അന്ത്യം സംഭവിച്ചത്. വളരെ കുറഞ്ഞ പേര് മാത്രമുണ്ടായിട്ടും അവിടെ സത്യത്തിൻ്റെ വാഹകർക്കാണ് വിജയം ലഭിച്ചത്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം സഹാബാക്കൾക്ക് ഉണ്ടാവുകയുണ്ടായി. ഇതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനുണ്ട്. ഇന്നും നമ്മുടെ റബ്ബ് അള്ളാഹു തന്നെയാണ്. നമ്മളെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. ആ സഹാബാക്കളുടെ തെഖ്വയും ഈമാനും നമ്മൾക്കുണ്ടെങ്കിൽ ഇന്നും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് സഹായം കിട്ടും.
ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ നമ്മളെ മേൽ വില പോവില്ല. എന്തുകൊണ്ടാണ് ശത്രുക്കളുടെ അക്രമങ്ങളും കുതന്ത്രങ്ങളും വിജയിച്ചു വരുന്നത്? നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹാബാക്കളിൽ നിന്നും നമുക്ക് കത്തിച്ചെടുക്കേണ്ടുന്നതായ ഈമാനും തെക്കുവയും നമ്മൾ കൈമോശം വരുത്തി. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്നും ഇതേപോലെ വിജയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. ഇന്നും മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. മഹാനായ അല്ലാമ ഇഖ്ബാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഒരു കവിതയിലൂടെ, എന്താ പറഞ്ഞ, ആജ് ബി ഹോ ഇബ്രാഹിം സ ഈമാൻ പൈദ ആഗ് കർ സക്തി ഹെ ഗുലിസ്ഥാൻ പൈദ. ഇന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈമാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നും തീയ് പൂങ്കാവനമാവാൻ തയ്യാറാണ്. പക്ഷെ നമ്മളുടെ കുറവാണെന്ന് മാത്രം. എന്നാൽ ആ ബദറിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സഹാബാക്കൾക്ക് ഷഹാദത്ത് ലഭിച്ചു. അല്ലാത്തവർക്ക് ഭൗതികമായിട്ടും ഈമാനികമായിട്ടുമുള്ള ഉയർച്ചയും ലഭിച്ചു. മഹാനായ ഉബൈദത്ത് ബിനു ഹർസ് റളിയല്ലാഹു അൻഹു ഒഴിച്ചുള്ള 13 പേരെയും ബദറിൽ തന്നെ ഖബറടക്കുകയാണ് ഉണ്ടായത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് തിബ്രാനി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബിമാരിൽ നിന്ന് ബദറിൽ വെച്ച് ഷഹീദായവരുടെ റൂഹുകളെ അല്ലാഹു തആല സ്വർഗത്തിലുള്ള ചില പച്ച പക്ഷികളിൽ പ്രവേശിപ്പിച്ചു. ആ പക്ഷികൾ സ്വർഗത്തിൽ ആ റൂഹുകളെ വഹിച്ചുകൊണ്ട് പാറിക്കളിച്ചു. അല്ലാഹു തആല അവരോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട അടിയാറുകളെ, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബായ തമ്പുരാനെ, ഇതിലുപരി മറ്റു വല്ലതുമുണ്ടോ? അല്ലാഹു തൻ്റെ ചോദ്യം 4 തവണ ആവർത്തിച്ചു. 4ാമത്തെ തവണ അവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരങ്ങളിൽ ജീവിടുന്ന പക്ഷം ഒരിക്കൽ കൂടി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സൽക്കർമ്മം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബദറിലെ സഹാബാക്കളെ അനുസ്മരിച്ചതും ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അല്പമെങ്കിലും വിവരിച്ചതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ ബദർ ദിനത്തിൽ എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ മഹാന്മാരായ മഹോന്നതരായ സഹാബാക്കളെ സ്മരിക്കുമ്പോൾ അതുപോലെ അതിൽ ഒരു പങ്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളും നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മളതിനെ ചർച്ച ചെയ്തതാണ്, സംസാരിച്ചതാണ്. അല്ലാഹു തആല ബദരീങ്ങളെ ബർക്കത്തിനാൽ നമ്മളെ വിഷമങ്ങളെല്ലാം ദൂരീകരിച്ച് തരട്ടെ, നമ്മളെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരട്ടെ, മുസ്ലിം സമുദായത്തിന് വിജയം നൽകട്ടെ. ശത്രുക്കളുടെ എല്ലാവിധമായ ഷെറുകളെ തൊട്ടും ആക്രമണങ്ങളെ തൊട്ടും വഞ്ചനകളെ തൊട്ടും കുതന്ത്രങ്ങളെ തൊട്ടും ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധമായ ഷെറുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. സത്യവാന്മാരായ ആളുകൾ, ജയിലിൽ കഴിയുന്നവരായ സത്യവാന്മാരായ ആളുകൾക്ക് അല്ലാഹു സമാധാനവും സക്കീനത്തും സന്തോഷവും നൽകുമാറാകട്ടെ. അവരെ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ആ ജയിലറകളിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വാദിൽ ശിർക വൽ കഫറത വൽ കാഫിരീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅഅദാഅക വഅഅദാഅ അദ്ദീൻ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും വമസ്സിഖ് ജംഅഹും വസൽസിൽ അഖ്ദാമഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അൻസുർ ജുയൂശൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ ജുയൂശൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ ജുയൂശൽ മുസ്ലിമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തന വസുയാമന വഖിയാമന വറുകൂഅന വസുജൂദന വതഖശുഅന വതളറുഅന وتلاوتنا وسائر أعمالنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بجاه سيدنا محمد رسول الله صلى الله عليه وسلم.
വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.